ഇപ്പോൾ അവിടെയാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മതവർഗീയ ശക്തികളുടെ മതരാഷ്ട്രവാദികളുടെ ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ താല്പര്യം അത് അക്കാലത്തും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വരാജിൻ്റെ പോസ്റ്റിലും അതാണുള്ളത്. ഞാൻ ചോദിക്കാൻ വന്നത്, ഇത് വരുമ്പോൾ ഇതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ എന്നുകൂടി എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. അതായത് നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളാകെ നിലമ്പൂരിലെ വോട്ടർമാരെ, നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നു എന്ന ഒരു ആഖ്യാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞു. അത് നാളെ കാലത്ത് ആ നാട്ടിലടക്കം അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ പോകുമ്പോൾ നിങ്ങൾ നിലമ്പൂരുകാരെയാകെ വർഗീയവാദികളായി വിളിച്ചവരാണ് എന്ന നിലയിലേക്ക് പറയാൻ പാകത്തിന് ഒരു ആഖ്യാനം ഇന്ന് വന്നു കഴിഞ്ഞു. ശ്രീ അനിൽകുമാർ, ജനങ്ങളെയാണ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്നതെന്ന ബോധം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതെ, അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിമാനത്താവളത്തിൽ കൂടെ സ്വർണം കള്ളക്കടത്തെടുത്തിൻ്റെ കണക്ക് പുറത്തുവിട്ടാൽ മലപ്പുറംകാരെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിമാനത്താവളത്തിൽ സ്വർണം കള്ളക്കടത്തെടുത്തല്ല മലപ്പുറംകാരാണോ? അപ്പോൾ വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ചാൽ അതൊരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, അത് മലപ്പുറംകാർ മാത്രമല്ല. അവിടെ കള്ളക്കടത്ത് പിടിച്ചപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കള്ളക്കടത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണെന്നൊരു കഥ പറഞ്ഞപ്പോൾ അയ്യോ മലപ്പുറത്തെ അപമാനിച്ചു എന്ന് പറയുന്ന വർഗീയ പ്രചരണം ആരംഭിച്ചത് ആരാണ്? മലപ്പുറം എന്ന് പറഞ്ഞപ്പോൾ കണ്ടമാനം ഞെട്ടിയത്. അപ്പം മലപ്പുറത്ത് യഥാർത്ഥത്തിൽ കേരള പോലീസ് അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, മുഖ്യമന്ത്രി അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പം തന്നെ വർഗീയ കാർഡുമായിട്ട് ഇറങ്ങിയത് ആരാണ്? ലീഗും കോൺഗ്രസും അല്ലേ? ഖുർആൻ്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വികാരം ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടരുത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇസ്ലാമിക മതരാഷ്ട്രീയവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിലെ പത്രസമ്മേളനത്തിലെ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഹാജരാക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? നിങ്ങളുടെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, നിങ്ങളുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ്സിൽ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തോടുകൂടി എത്ര പരിക്കാണ് UDF പറ്റിയെന്ന് UDF തന്നെ പറഞ്ഞു കിടക്കണ്ടല്ലോ. ആ 5ാം മന്ത്രിസ്ഥാനമോ 6ാം മന്ത്രിസ്ഥാനമോ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവരെ വിശുദ്ധപ്പെടുത്തുന്നത്? അതിൻ്റെ കൊട്ടേഷൻ പണിയുടെ ഭാഗമായിട്ടല്ലേ ഒരു പുതിയ വാക്ക് മീഡിയ വൺ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് വാക്ക്? നമ്മൾ മൃദു ഹിന്ദുത്വം എന്ന് കേട്ടിട്ടുണ്ട്, തീവ്ര ഹിന്ദുത്വം എന്ന് കേട്ടിട്ടുണ്ട്. ഇടത് ഹിന്ദുത്വ എവിടെ നിന്ന് വന്നു? മീഡിയ വണ്ണിന് ഇടത് ഹിന്ദുത്വ? അത് M സ്വരാജിനെതിരെ. ആരാണ് M സ്വരാജ്? അയോധ്യയിൽ ഇതുപോലൊരു വിധി സുപ്രീം കോടതിയിൽ കല്ലച്ചിൽ അച്ചടിക്കുന്ന പോലൊരു വിധി ജഡ്ജിമാരെ പാട്ടിലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ വിധി ഉണ്ടാക്കിയപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിധിയല്ലാതെ മറ്റേതെങ്കിലും വിധി നിങ്ങൾ പ്രതീക്ഷിച്ചോ? നിഷ്കളങ്കരെയും ചോദിക്കുന്ന ഒരു സ്വരാജ്. മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ വേട്ടയാടപ്പെട്ടവനോടൊപ്പമായിരിക്കും ഞാൻ എന്ന് പറയുന്നൊരു സ്വരാജ്. ആ സ്വരാജിനെ കുറിച്ചാണ് എന്താണ് പറയുന്നത്? ഇടത് ഹിന്ദുത്വ. ഇത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഖ്യാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം 44 അല്ലെ 63 MP കാലത്ത് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിൻ്റെ UPAക്ക് പിന്തുണ കൊടുത്തൊരു കാലം. അതിനുശേഷം ഇങ്ങോട്ട് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ഏതെല്ലാം വിഷയങ്ങൾ വന്നോ അപ്പോഴെല്ലാം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് പുതിയ നിലപാടില്ല. ശരി, നമ്മുടെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി CPM കൂട്ടിച്ചേർന്നിട്ടുണ്ടോ? CPM തീരുമാനിച്ചത് പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടില്ല. അപ്പം മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടില്ലാത്ത പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ SDP-യുമായിട്ടോ ഇത്തരം വേദികൾ പങ്കിടില്ല എന്ന CPM-ൻ്റെ തീരുമാനം അവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് അവർ മത രാഷ്ട്രവാദിയല്ല എന്ന് BD സതീശൻ പറയുന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം ഗതികേടിലായി. ഗതികെട്ടാൽ പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം, SDP-യുമായിട്ടുള്ള ബന്ധം പാലക്കാട് ഒളിപ്പിച്ചിരുന്നു. അത് പരസ്യമാക്കേണ്ടി വന്നു നിലമ്പൂരിൽ. അത് നിലമ്പൂരിൽ പരസ്യമാക്കപ്പെട്ടതോടുകൂടി കേരളത്തിൽ അവർ ഒറ്റപ്പെടാൻ പോകുന്നു, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.